ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഈ വിശുദ്ധ വാരത്തിൽ കുമ്പസാരത്തെക്കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതിനകം പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവവചനങ്ങളും വീഡിയോയും എല്ലാം രണ്ട് കൈ നീട്ടി എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കുകയും പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ കൂട്ടായ്മയുടെ പ്രാർത്ഥനകളിലും നിയോഗങ്ങളിലും ശുശ്രൂഷകളിലും ചേർത്ത് പാപികളുടെ മാനസാന്തരത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ദൈവമഹത്വത്തിനായിട്ട് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നു. പലരെയും കണ്ടുമുട്ടുമ്പോൾ ചിലരൊക്കെ നെറ്റി വിളിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ പറയാൻ വിഷമിക്കുന്ന ഒരു കാര്യമാണ് കുമ്പസാരിക്കണോ, കുമ്പസാരിക്കേണ്ട കാര്യമുണ്ടോ, ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പോരെ. കുമ്പസാരത്തെക്കുറിച്ചുള്ള ഒരു തെറ്റായ എതിർപ്പുകൾ, ഇത് അച്ഛനും കന്യാസ്ത്രീകളൊക്കെ മനുഷ്യർ തന്നെയല്ലേ, അവർ മനുഷ്യർ തന്നെയാണ്. എന്നാൽ ദൈവവചനത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ആ വചനമനുസരിച്ച് ചെയ്താൽ മതി. ബ്രദർ പറയുന്നത് കൊണ്ടോ ആളുകൾ പറഞ്ഞത് കേട്ടത് കൊണ്ടോ മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടല്ല. ദൈവവചനം നിങ്ങൾക്ക് ഉത്തമമായ ബോധ്യം തരുന്നെങ്കിൽ അപ്രകാരം നിങ്ങൾ ചെയ്യുക. പിന്നെ തിരുസഭയുടെ മക്കൾ എന്ന നിലയിൽ വിശുദ്ധ സിപ്രിയൻ പഠിപ്പിക്കുന്നുണ്ട്, തിരുസഭ നമ്മുടെ മാതാവാകുമ്പോഴാണ് ദൈവം നമ്മുടെ പിതാവാകുന്നത്. വലിയ ബുദ്ധിയും അറിവൊക്കെ വെച്ചപ്പോൾ ഇപ്പോൾ തർക്കവും ചോദ്യവും അല്ലെങ്കിൽ ഇടർച്ചക്കാരുടെ വാക്കുകളും പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ട് അത് വേണോ ഇത് വേണോ അങ്ങനെ വേണോ ഇങ്ങനെ വേണോ, അത്രക്കും മിടുക്കന്മാരാകണോ. മാർപ്പാപ്പയ്ക്ക് പോലും കുമ്പസാരക്കാരനുണ്ട്. കർദിനാളന്മാരും മെത്രാന്മാരും അച്ഛന്മാരും കന്യാസ്ത്രീകളും നമ്മൾ പരമപരിശുദ്ധരെന്നും എന്ന് ജീവിതം കൊണ്ട് തന്നെ വിചാരിക്കുന്നവർ പോലും ഇതാ കുമ്പസാരം ആവശ്യമില്ലാത്ത ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ അടിയവരെ ഇട്ട് പറഞ്ഞത്, കാത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പോലും കുമ്പസാരക്കാരനുമുണ്ട്, കുമ്പസാരമുണ്ട്. അപ്പോൾ ആണ്ട് കുമ്പസാരമെങ്കിലും നടത്താതിരിക്കുന്നവർ അത് ഭയങ്കര മോശമാണ്. ശാസ്ത്രീയമായും മനഃശാസ്ത്രപരമായും എല്ലാം ഒത്തിരി ഗുണമുള്ള ഒരു വിഷയം കൂടെയാണ് കുമ്പസാരം. മറ്റു പല കാര്യങ്ങൾക്കും നമുക്ക് ഇനി പൈസ ചിലവും അല്ലെങ്കിൽ പൈസ കൊടുക്കേണ്ടത് കൊണ്ടും ചിലവുള്ളത് കൊണ്ടും നമ്മൾ തള്ളിപ്പറയുമ്പോൾ ഓർക്കുക, ഈ ഒരു പ്രാർത്ഥനയ്ക്ക്, ഈ ഒരു കൂദാശയ്ക്ക് വേണ്ടി പൈസ കൊടുക്കണ്ട. പക്ഷേ കുമ്പസാരം എന്ന കൂദാശ ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്. തലക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ ഇരിക്കുന്ന അവസ്ഥകളിലുള്ളവർ എന്തു ചെയ്യുമെന്ന് വിചാരിച്ച് വരുമ്പോൾ നിങ്ങളൊന്ന് കുമ്പസാരിക്കുക, തുറന്നൊരു കുമ്പസാരം നടത്തുമെന്ന് പറഞ്ഞപ്പോൾ ബ്രദറ് ഭയങ്കര ആശ്വാസമായിട്ടാണ്, ഇത്രയും ഗുണമുണ്ടെന്ന് അറിഞ്ഞത് ഇപ്പോഴാണ്. ഒരാൾ എന്നോട് പറഞ്ഞ ഇതാണ്, അയാൾ അത്ഭുതപ്പെടുത്തിയ കാര്യം, കുമ്പസാരിക്കാനായിട്ട് പോയപ്പോൾ ഒത്തിരി പാവങ്ങൾ ഒത്തിരി വർഷം കൂടി കുമ്പസാരിച്ചതാണ്. കുമ്പസാരിക്കാൻ പറയുമ്പോൾ ഓരോ തട്ടമുട്ടിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കൊട്ടക്കണക്കിന് പാപം, പക്ഷേ ഭയങ്കര വലിയ പരിഹാരം കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു 3 സ്വർഗസ്സനായി 3 നന്മ അറിഞ്ഞു പറയുമ്പോൾ 3 തൃത്വസ്തുതിയും ചൊല്ലിയോ പൊട്ടി ഒറ്റ കരച്ചിൽ വെച്ച് കൊടുത്തു അവിടെ വെച്ച് തന്നെ. കാരണം എന്താണ്, ഭയങ്കര പരിഹാരം ചെയ്താലും തീരുവില്ലെന്ന് ഓർത്തപ്പോഴാണ്. പക്ഷെ ഉള്ളിൽ നിന്ന് എന്തോ പോയതുപോലെ ഭയങ്കര സമാധാനം, ആ പാപമോചന ആശീർവാദം കിട്ടിയിട്ട്. അപ്പോൾ ഈ മനുഷ്യൻ പങ്കുവച്ച കാര്യം ഇതാണ്. ഇനി ബൈബിളിൽ വിശുദ്ധഗ്രന്ഥത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മാർപ്പാപ്പനേക്കാൾ വലിയ ആൾക്കാരുണ്ടെങ്കിൽ കുമ്പസാരിക്കണ്ട. വിശുദ്ധ ഫിലിപ്പിനേരി എല്ലാ ദിവസവും കുമ്പസാരിക്കുമായിരുന്നു പറഞ്ഞു. അത്രയ്ക്ക് വലിയ പാപിയായിരുന്നെന്ന് ചോദിക്കും. പക്ഷേ കുമ്പസാരത്തെക്കുറിച്ച് ശരിക്ക് പഠിച്ചാൽ അറിഞ്ഞാലാണ്. മാർക്കോസ് 12:24 പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അതുകൊണ്ട് അവിടെ ഇവിടെ നിന്ന് വഴിക്കാലകളിലും നാൽക്കാലകളിലും കേൾക്കുന്നതും അല്ലെങ്കിൽ വളച്ചൊടിച്ച് പറയുന്നത് കേൾക്കാനല്ല, വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കാണാം. വിശുദ്ധ വചനങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാഞ്ഞിട്ടാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. മുഖത്തിന് പോലും എന്ത് പ്രകാശം വരുമെന്ന് അറിയാം ഒരു കുമ്പസാരം വഴി. ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വചനം ഒന്ന് കേൾക്കാം. കോറിന്തോസുകാർക്ക് വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ പുസ്തകം, കോറിന്തോസുകാർക്ക് വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ തിരുവചനം, ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ
രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭാരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ കുമ്പസാരം രമ്യതയുടെ സന്ദേശമാണ്. അപ്പോസ്തലന്മാരെ ദൈവം ഏൽപ്പിച്ച രമ്യതയുടെ ശുശ്രൂഷ. ഇതാ ആദിമ ക്രൈസ്തവ സമൂഹത്തിലൊക്കെ ചെയ്തിരുന്നത് എല്ലാവരും കൂടി കൂട്ടം കൂടി നിന്ന് തങ്ങളുടെ പാപങ്ങളൊക്കെ ഏറ്റുപറയും. ഇതാ പുരോഹിതൻ അവർക്ക് പാപമോചനം നൽകും. പഴയ നിയമകാല ചരിത്രങ്ങളിലും എല്ലാം കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് അവിടെ മേൽ തളിച്ചിരുന്നതായിട്ടും ഇതാ പാപമോചനം നൽകുന്നതായിട്ട്. അതുകൊണ്ടാണ് 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് സങ്കീർത്തനം പറയുന്നത്, ഹിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ. മാർജോറാം ഇനത്തിൽപ്പെട്ട ഒരു സുഗന്ധവാഹിനിയായ ഒരു ചെടിയായിട്ടാണ് ഈ ഹിസോപ്പ് ചെടിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഹിസോപ്പ് ചെടിയുടെ ചതച്ചെടുത്ത തണ്ട് കുഞ്ഞാടിനെ കൊന്ന കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തളിച്ചു പുരട്ടിക്കൊണ്ട് ആ ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ മുക്കിയ രക്തം പാപമോചനം നൽകിക്കൊണ്ട് ജനത്തിൻ്റെ മേൽ പുരോഹിതൻ തളിക്കും. അതുവഴി അവർക്ക് പാപമോചനം ലഭിച്ചിരുന്നു. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായത്തിൽ 16-ഉം 17-ഉം വാക്യങ്ങളിൽ പറയുന്നുണ്ട്, സൗഖ്യം പ്രാപിക്കാൻ നിങ്ങൾ പരസ്പരം പാപങ്ങൾ ഏറ്റുപറയണം. അപ്പോൾ കൂട്ടമായിട്ട് നിന്ന് പാപങ്ങൾ ഏറ്റുപറയുന്ന ഒരു രീതിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് ഒത്തിരി കോൺഫിഡൻഷ്യലാണ്. ആരും കാണുന്നില്ല, അറിയുന്നില്ല. അവനവൻ്റെ പാപങ്ങൾ നഗ്നമാക്കാതെ ദൈവം ഇതാ കംപ്ലീറ്റ് കോൺഫിഡൻഷ്യലായിട്ട് നമുക്ക് ഇങ്ങനെയുള്ളൊരു സംവിധാനം തിരുസഭയിലൂടെ തന്നിരിക്കുന്നു. എത്ര എത്ര ചീഞ്ഞു പൊഴുത്ത, എത്ര പഴകിയ, എത്ര ഒളിച്ചു വെച്ച കാര്യമായാലും അതോടുകൂടി നിരവധിയായ കെട്ടുകൾ അഴിഞ്ഞ് എന്ത് സമാധാനത്തോടെയാണ് കുമ്പസാരക്കൂടിൽ അണയുന്നവർക്ക് പോകുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിശാചിന് ഏറ്റവും അലർജിയുള്ള ഒരു കാര്യമാണ് ഈ കുമ്പസാരം എന്ന് നമ്മൾ കൂടെ മനസ്സിലാക്കിയിരിക്കുക. കോറിന്തോസുകാർക്ക് വിശുദ്ധ പൗലോസ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ ലേഖനത്തിൽ തന്നെ 7-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. ഈ പശ്ചാത്താപമാണ് പത്രോസിനുണ്ടായത്. പത്രോസിനെ കുറിച്ച് ദൈവശാസ്ത്രന്മാരൊക്കെ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇതാണ്. അത് ബൈബിളിൽ പോയി തപ്പരുത് കേട്ടോ. എന്താണ്, കോഴി കൂവുന്നത് കേൾക്കുമ്പോഴൊക്കെ അവൻ പോയി പൊട്ടിക്കരയുമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ കർത്താവിനെ തള്ളിപ്പറഞ്ഞല്ലോ എന്ന് ഓർത്ത് പശ്ചാത്തപിക്കുമായിരുന്നു. പത്രോസിനുണ്ടായത് രക്ഷാകരമായ ഒരു പശ്ചാത്താപമാണ്. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. യൂദാസിന് ഉണ്ടായത് പശ്ചാത്താപമല്ല, കുറ്റബോധമാണ്. ഇതാ ചില്ലിക്കാശുകൾ, തുട്ടുകൾ കർത്താവിന് ഒറ്റിക്കൊടുത്തപ്പോൾ കിട്ടിയതുകൊണ്ട് ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞെങ്കിലും പക്ഷേ അവൻ്റെ ഹൃദയം ദൈവത്തിലേക്ക് തിരിച്ചില്ല. പത്രോസ് ദൈവത്തിലേക്ക് തൻ്റെ ഹൃദയം തിരിച്ചു. അപ്പോൾ 2 തരം മാനസാന്തരം, അതായത് ഒന്ന് കുറ്റബോധത്തിലേക്കാണ് നയിച്ചത്. യൂദാസ് തന്നിൽ തന്നെ ആശ്രയിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചില്ല. പക്ഷേ പത്രോസ് ദൈവത്തിൽ ആശ്രയിച്ചു, പശ്ചാത്തപിച്ചു, എൻ്റെ കർത്താവിനെ ഞാൻ തള്ളിപ്പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാത്ത ആളുടെ ഒരു തെറ്റിദ്ധാരണ മാറി ഒരാത്മാവെങ്കിലും രക്ഷപ്പെട്ടാൽ, കുമ്പസാരിച്ചാൽ ഞാൻ കൃതാർത്ഥനായി. കാരണം ഒത്തിരി അധികം സമയം പ്രാർത്ഥിച്ച് ഒരുങ്ങി ഒത്തിരി സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടാണ്. കാരണം ഇതൊരു ഇച്ചിരി കടുകെട്ടി സബ്ജക്റ്റാണ്. എന്തിനാ കുമ്പസാരിക്കുന്നത്, അല്ലെങ്കിൽ നേരിട്ട് ദൈവത്തോട് പറഞ്ഞാൽ പോരെ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. കഴിഞ്ഞ പല വർഷങ്ങളിലും ഈ വിശുദ്ധ വാരത്തിലും ക്രിസ്മസിനും ഈസ്റ്ററിനോടെല്ലാം അനുബന്ധിച്ച് നമ്മൾ പലരും നടത്തിയ കുമ്പസാരങ്ങൾ ഇതാ അപ്രായോഗികമോ അല്ലെങ്കിൽ കള്ളക്കുമ്പസാരങ്ങളോ ഒക്കെ ആയിരുന്നു. തുറന്ന് ഏറ്റുപറയാത്ത, യഥാർത്ഥ അനുതാപമില്ലാത്ത, അല്ലെങ്കിൽ കുമ്പസാരക്കൂടിൽ ഓടി അണയാത്ത ഒരു കുമ്പസാരമായിരുന്നു. നമ്മളെ കുമ്പസാരിപ്പിക്കുന്ന വൈദികരുണ്ടല്ലോ, അവരും കുമ്പസാരിപ്പിക്കും. ഇവിടെ എറണാകുളത്ത്, ഞാനിവിടെ എൻ്റെ അടുക്ക വരുന്ന പലരെയും എറണാകുളത്ത് കണ്ണംകുന്നത്ത് ആശ്രമത്തിൽ അല്ലെങ്കിൽ പൊന്നുരുന്നി കപ്പുച്ചിൻ ആശ്രമത്തിലൊക്കെ കുമ്പസാരിക്കാനായിട്ട് വിടും. ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു കേസും കൊണ്ടാൻ വേണ്ടിയൊക്കെ ആയപ്പോഴാണ് പ്രാർത്ഥിപ്പിക്കാൻ വന്നത്. കുമ്പസാരിക്കാത്ത പള്ളിയിൽ പോകാത്ത ആൾ, കുമ്പസാരിക്കാതെ ഇനി പോയാലും കുർബാന സ്വീകരിക്കുന്ന ആൾ. പക്ഷെ കുമ്പസാരിച്ച് ഒരുങ്ങി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് ആ കേസിൽ നിന്നെല്ലാം രക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ഇന്ന് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റി ദൈവഭക്തിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു കുടുംബത്തിൽ ഇതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ 3 വർഷമായിട്ട് ദ്രവിച്ച് പൊട്ടി ഒഴുകി കിടക്കുന്ന ഒരമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വന്നത്. അപ്പോൾ ഈ അമ്മക്ക് ഓർമ്മ പോലും ഇല്ല, അസ്ഥിക്കൂടം പോലെ ഇരിക്കുക.
പക്ഷേ ഈ അമ്മക്ക് വേണ്ടി രോഗീലേപനം കൊടുപ്പിക്കാൻ പറഞ്ഞു. അച്ഛനെ കൊണ്ടുവന്ന് രോഗീലേപനം കൊടുപ്പിച്ചു. ഈ മകൻ, ഒരേ ഒരു മകൻ, ആ മകനോടും ഭാര്യയോടും കുമ്പസാരിക്കാനായിട്ട് പറഞ്ഞു. അവർ ആത്മാർത്ഥമായിട്ട് പിറ്റേ ദിവസം പോയി കുമ്പസാരിച്ചു. കിടന്നു വലിഞ്ഞ് നരകിച്ച് പൊട്ടി ഒഴുകി കിടന്നിട്ടും മരിക്കാതെ കിടന്ന അമ്മ, ഈ മക്കൾ കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ ആത്മാവ് എടുക്കപ്പെട്ടു. അല്ല, സുഖപ്പെടുന്നില്ല എങ്കിൽ പിന്നെ മരണം ഒരു സൗഖ്യമാണ്. അപ്പോൾ തീരുമാനമാവുന്നില്ല കിടന്നു വലിയുന്ന അവസ്ഥ. ഇതുപോലെ ഒരുപാട് മക്കളുടെ ഒരമ്മ, അവർ ദൈവഭക്തയായിരുന്നു. മരിക്കാറായി കിടന്നിട്ടും കയ്യിലിങ്ങനെ കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് കിടക്കുന്ന അവസ്ഥ. പക്ഷേ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇവരുടെ ഏത് മക്കളാണ് പള്ളിയിലും പോകില്ല, കുമ്പസാരിക്കില്ല, പ്രാർത്ഥിക്കാത്ത? അവർ ഞെട്ടിപ്പോയി. ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നത്. ആ വന്ന ആൾ പറയണതാണ് ഇതെന്ന്. പക്ഷേ ഈ അമ്മയാണെങ്കിൽ പരമഭക്തയായിരുന്നു. അവരുടെ 1-2 മക്കൾ പള്ളിയിലും പോകില്ല, 20 വർഷമായിട്ട് കുമ്പസാരിക്കില്ല, പള്ളിയിൽ പോകില്ല, കുർബാന സ്വീകരിക്കില്ല, വചനവും കേൾക്കില്ല. അങ്ങനെ മകനും മകൻ്റെ മകനും ആ 2 പേരെയും കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ വർഷങ്ങളായിട്ട് കിടക്കുന്ന അമ്മയാണ്. മരിക്കാറായി കിടന്നിട്ടും മരിക്കുന്നില്ല. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളിൽ അവരുടെ പാപം കൊണ്ടാണ്, പാരമ്പര്യ കടം കൊണ്ടാണ്, എന്തോ രഹസ്യപാപം ചെയ്യുന്നൊക്കെ നമ്മൾ വിചാരിക്കും. കിടന്നു വലിയുന്ന അല്ലെങ്കിൽ മരുന്ന് കൊടുത്തിട്ട് സൗഖ്യപ്പെടാത്ത കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടപ്പറപ്പങ്ങളോ അല്ലെങ്കിൽ ഈ കിടന്നു വലിയുന്ന രോഗിയുടെ മക്കളോ ജീവിത പങ്കാളിയോ മക്കളോ മക്കളുടെ മക്കളോ സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടത്തോടെ അവരെല്ലാം കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സൗഖ്യമോ അല്ലെങ്കിൽ ആത്മാവിനെ ദൈവം എടുക്കുന്ന, കിടന്ന് വലിയുന്നത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ കേസുകളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളിങ്ങനെ ചെയ്യും. അപ്പോൾ രോഗിക്ക് രോഗീലേപനം കൊടുക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ തീരുമാനമായ കാര്യങ്ങളുണ്ട്. ഇതുപോലെ തന്നെ എന്തു ചെയ്തിട്ടും ജോലിയും കിട്ടുന്നില്ല, ടെസ്റ്റുകൾക്ക് പോകും, പക്ഷേ നിരാശനായിട്ട് മടങ്ങി വരുന്ന, നല്ലൊരു കുമ്പസാരം നടത്താൻ പറഞ്ഞു. കുമ്പസാരം നടത്തി കഴിഞ്ഞപ്പോൾ അതിന് ആ തടസ്സങ്ങൾ മാറി, വഴികൾ തുറന്നു കിട്ടി. അതുകൊണ്ട് ഇതാ കുമ്പസാരത്തിലൂടെ പാപങ്ങൾ മോചിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്ന ഒരു കുമ്പസാരം, കുറ്റബോധത്തിലേക്കല്ല കുമ്പസാരം നമ്മളെ എത്തിക്കേണ്ടത്. വീണ്ടും നല്ല ഒരു വചനം മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ 18-19 വാക്യം. എന്ത് അധികാരമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? മത്തായി 16-18-19 മത്തായി എഴുതിയ സുവിശേഷം. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. നോക്കിയേ, കുമ്പസാരം പോലെ ഇത്രയും സ്ട്രോങ് ആയ ഒരു കാര്യം വേറെ ഇല്ല. ഈ കൂദാശയെക്കുറിച്ച് പറയാണ്, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. അതുകൊണ്ടാണ് പിശാച് ഇന്ന് കുമ്പസാരം ഇല്ലാതാക്കാനും കുമ്പസാരം വേണ്ടെന്നും അല്ലെങ്കിൽ അതിനെതിരായ തെറ്റായ ചിന്തകളും പഠനങ്ങളും അവനടിപ്പെടുന്നവരിലൂടെ പറഞ്ഞു പരത്തിക്കാൻ ശ്രമിക്കുന്നത്. വീണ്ടും 19-ാം വാക്യം പറയുന്നു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഇതുപോലെ കെട്ടുകയും അഴിക്കുകയും ചെയ്യുന്ന അധികാരമുള്ള ഒരു കൂദാശയാണ് കുമ്പസാരമെന്ന കൂദാശ. ഭൂമിയിൽ അഴിക്കേണ്ടതാണെങ്കിൽ ഭൂമിയിൽ അഴിക്കും, സ്വർഗത്തിൽ അഴിക്കേണ്ടതാണെങ്കിൽ സ്വർഗത്തിൽ അഴിക്കും. ഇതാ കുമ്പസാരം വഴി അഴിയാ കുരുക്കുകൾ, അഴിയാ കെട്ടുകളൊക്കെ തന്നെ അഴിയും. അതുകൊണ്ട് പാപങ്ങൾ മത്തായി 1:21 ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്, പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി ആണ് ദൈവം ആഗതനായത്. അതായത് അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന്. വർഷങ്ങളായിട്ടുള്ള വഴക്കുകൾ ഒരു കുമ്പസാരം വഴി അങ്ങോട്ട് പോയി മാപ്പ് പറയുന്നതിന് ക്ഷമയോദിക്കാനിരിക്കുമ്പോൾ ഇങ്ങോട്ട് വന്ന് അവസാനിച്ച സംഭവങ്ങൾ എത്ര എണ്ണം അറിയാമെന്നറിയാമോ? തീർപ്പാകാതെ കിടന്ന കേസുകൾ തീർപ്പായി, കേസ് പിൻവലിച്ചു. കുടുംബം മുഴുവൻ കുമ്പസാരിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ എതിരാളി പോയി അവർ കുമ്പസാരിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ കേസ് പോയി ശത്രു പിൻവലിച്ച് കളഞ്ഞ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില വീടൊക്കെ പണിതിട്ട് വർഷങ്ങളായിട്ടും പണി തീർക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ കയറി താമസിക്കാൻ താമസിക്കുന്നില്ല. വീട് പണിത കടം എന്തോരം കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ടും തീരുന്നില്ല. എന്താ ബന്ധനം എന്ന് അറിയാൻ പറ്റുന്നില്ല. അതേ സങ്കീർത്തനം 39:11 പറയുന്നുണ്ട്, പാപം മൂലം അവിടുന്ന് മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെല്ലാം കീടത്തെ പോലെ നശിപ്പിച്ച് കളയുമെന്നാണ് പറയുന്നത്. പുഴുവരിക്കും എന്ന് പറയില്ലേ,
പുഴു അരിക്കാത്ത സംഗതികളൊക്കെ ഉണ്ടാവും. കല്ലും മണ്ണും. സകറിയ 5:3-4 പറയുന്നുണ്ട് ശാപത്തിൻ്റെ ചുരുൾ. അത് ഞാൻ കള്ളൻ്റെയും കൊള്ളക്കാരൻ്റെയും ഭവനത്തിലേക്ക് അവിടെ കിടന്ന് കല്ലും മണ്ണും വരെയും ദ്രവിപ്പിച്ച് കളയും. അപ്പോൾ പുഴു മാത്രമല്ല, ഈ പാപം ഏറ്റുപറയാത്ത, കുടുംബത്തിലോ തലമുറകളിലോ ഏറ്റുപറയാത്ത, പരിഹാരം ചെയ്യാത്ത പാപങ്ങൾ, പുണ്യമാണെങ്കിൽ അത് അനുഗ്രഹം കൊണ്ടുവരുമെന്ന് പറഞ്ഞതുപോലെ ഏറ്റുപറയാത്ത, പരിഹാരം ചെയ്യാത്ത പാപങ്ങൾ, അനുദപിക്കാത്ത പാപങ്ങൾ അവിടെ കിടന്ന് കല്ലും മണ്ണും തുറന്ന് കളയും. സ്വസ്ഥമായിട്ട് കിടക്കാൻ. വീടിന് വല്ല കുഴപ്പമുണ്ട്, ആ ബ്രദർ പ്രാർത്ഥിച്ച് നോക്ക്. സ്ഥലത്തിൻ്റെ കുഴപ്പം, സ്ഥാനത്തിൻ്റെ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് പിശാച് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കും. കർത്താവ് ഒരു വീടും പൊളിച്ചിട്ടില്ല, അപ്പോസ്തലന്മാരും പൊളിച്ചിട്ടില്ല, ആരുടെ വീടിൻ്റെ സ്ഥാനം നോക്കാനും പോയിട്ടില്ല. ആകെ ഒരു പവാതരോഗിയെ കുടിലി വീട് പൊളിച്ച്, ഓട് പൊളിച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് ഇറക്കി സൗഖ്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിശാച് അന്ധവിശ്വാസങ്ങളിൽ നിങ്ങളുടെ മനസ്സിനെ കുടുക്കിയിടും. വീടിന് ദോഷം, ഈ വീട് മേടിച്ചപ്പോൾ തൊട്ടാ, ഈ പറമ്പ് മേടിച്ചപ്പോൾ തൊട്ടാന്ന് പറയും. ഓരോ മനുഷ്യരും 1 സെൻറ്റ് ഭൂമി മേടിക്കാൻ എത്ര കഷ്ടപ്പെടുന്നെന്ന് ഓർക്കുക. കിട്ടിയതിന് നന്ദി പറയുന്നതിന് പകരം മാനസാന്തരപ്പെടുന്നതിനും പാപപേക്ഷിക്കുന്നതിനും ഉള്ളിലിരിക്കുന്ന വേറെ എന്തൊക്കെയോ സംഗതികളുണ്ട്. എസ്കേപ്പിസം എന്നൊക്കെ പറയും, ഡിഫൻസ് മെക്കാനിസം. വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണെന്ന് ഇവർക്കറിയാം. പക്ഷേ മറ്റ് ചില കാര്യങ്ങളിൽ നുണയനായ പിശാച്, യോഹന്നാൻ 8:44 പറയുന്നുണ്ട്, അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്, ദൈവത്തിനെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന, മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ച് പറയുന്ന പിശാച് ദൈവത്തെ പോലെ ആകും ഇത് ഭക്ഷിച്ചാലെന്നും പറഞ്ഞിട്ട് ദൈവത്തിനെതിരെ അസൂയയും കുശുമ്പും മനുഷ്യനുണ്ടാക്കുന്ന. അപ്പോൾ ദൈവം നമുക്ക് തന്ന വീട്, വസ്തു, കാറ്, വാഹനങ്ങൾ, പറമ്പ് ഇതെല്ലാം അനുഗ്രഹീതമാണ്. പക്ഷെ അതിൽ കൂടെ എല്ലാം പൈശാചിക പീഡകൾ കുടിയിരിക്കുന്നത് ഏതെങ്കിലും രഹസ്യ പാപങ്ങളോ, വഞ്ചിച്ചെടുത്തതോ, കൈക്കൂലി, കരിഞ്ചന്ത, കള്ളത്രാസ്, തൂക്കം തട്ടിക്കൽ, സർക്കാരിനെ ആയാലും വെട്ടിപ്പ് തന്നെയാണ്. നികുതി വെട്ടിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളോ, സഹോദരങ്ങളെ പറ്റിച്ച് കള്ളപ്പിട്ടെടുത്തതോ, അല്ലെങ്കിൽ അവരുടെ കണ്ണ് മൂടിക്കെട്ടി കളഞ്ഞതുപോലെ കൊടുക്കേണ്ടത് കൊടുക്കാതെ ഇരുട്ടുകൊണ്ട് ഓട്ടടച്ച അവസ്ഥകൾ, അങ്ങനെ പല നിങ്ങൾക്ക് തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കത് കേൾക്കുമ്പോൾ വേറെവരെക്കുറിച്ച് വേഗം ചിന്ത വരും. നമ്മുടെ സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും തലമുറകളിലും ഒന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ പാപം മൂലം അവിടുന്ന് മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്താണ്, അതുമേൽ ചിലപ്പോൾ പണി വരും. അത് വീടാകാം, വസ്തുവാകാം, നമ്മുടെ ചില ബന്ധങ്ങളാകാം. അതെല്ലാം നമുക്കെതിരെ തിരിയുന്ന ഉപകാരപ്പെടാത്ത അവസ്ഥകളുണ്ട്. അപ്പം അതിനെന്ത് ചെയ്യണം? പാപം ഏറ്റു പറയണം, കുമ്പസാരിക്കണം. പരിഹാരം ചെയ്യേണ്ടതാണെങ്കിൽ പരിഹരണം. കുമ്പസാരിച്ചാൽ മാത്രം മതിയാ. കൂടപ്പറപ്പങ്ങളെല്ലാം പറ്റിച്ച് പറമ്പും വീടും എഴുതി മേടിച്ചു, അല്ലെങ്കിൽ 10 ലക്ഷം ഉണ്ടാക്കി കുമ്പസാരത്തിൽ പോയി പറഞ്ഞാൽ മതിയെങ്കിൽ അത് നല്ല സുഖമാണല്ല. അതുമാത്രം പോരാ, തിരിച്ചു കൊടുക്കേണ്ടത് വിട്ടു കൊടുക്കേണ്ടതാണെങ്കിൽ വിട്ടുകൊടുക്കണം. ഞാനൊരു സംഭവം കേട്ടിട്ടുണ്ട്. അതായത് ഭാര്യ എപ്പോഴും പറയും, നിങ്ങളൊന്ന് പോയി കുമ്പസാരിച്ചാൽ ഈ കുടുംബം രക്ഷപ്പെട്ടേനെ. ഒരു ദിവസം ഭ്രാന്ത് കയറിയിട്ട് ഭർത്താവ് പറഞ്ഞു, ഞാൻ പോയി കുമ്പസാരിച്ചാൽ നീയൊക്കെ വല്ല റെയിൽവേ സ്റ്റേഷനിലോ കടത്തിണ്ണകളിലോ റെയിൽവേ പ്ലാറ്റ്ഫോമിലോ കടത്തിണ്ണയിലോ പോയി കിടക്കേണ്ടി വരും എന്ന്. ഞാൻ നല്ലതുപോലെ കുമ്പസാരിച്ച, അതായത് ഉണ്ടാക്കിയത് മുഴുവൻ പറ്റിച്ചും വെട്ടിച്ചും ഉണ്ടാക്കിയതാണ്. കുമ്പസാരിക്കാൻ പോയാൽ വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുക്കണം, പരിഹാരം ചെയ്യേണ്ടത് പരിഹാരം ചെയ്യേണ്ടി വരും എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. നല്ല കുമ്പസാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ സുഭാഷിതം 30:12 പറയുന്നുണ്ട്, ചിലരുടെ കുമ്പസാരം അങ്ങനെയാണ് അവർക്കൊന്നും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കുക. അതിനൊക്കെ ബൈബിളിൽ ഉത്തരവുണ്ട്. സുഭാഷിതം 30:12 പറയുന്നു, നിർദോഷരെന്ന് ഭാവിക്കുകയും മാലിന്യം കഴുകി കളയാതിരിക്കുകയും ചെയ്യുന്നവരുണ്ട്. ചില കാര്യങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കും, കള്ളസാക്ഷി പറയും, കള്ളൊപ്പിടും, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തെ പ്രീതിപ്പെടുത്താൻ നിൽക്കും. അല്ലേ? ഈശോയെ ക്രൂശിക്കുക, ബറാബാസിനെ വിട്ടുതരിക, കള്ളനെ വിട്ടുതരിക എന്ന് പറഞ്ഞ ജനക്കൂട്ടത്തിൻ്റെ കൂടെ നിന്നവരുണ്ട്. എല്ലാവരും വിളിച്ചു പറഞ്ഞവരാകണമെന്നില്ല. കർത്താവിൻ്റെ കൂടെ നിൽക്കാതെ, അല്ലെങ്കിൽ സത്യവും നീതിയാണെന്ന് അറിഞ്ഞിട്ടും ആളുകളുടെ പ്രീതി അന്വേഷിച്ച് നിൽക്കുന്നവരാണോ നമ്മൾ? അതിനെക്കുറിച്ചാണ് സുഭാഷിതം 30:12 പറയുന്നു, നിർദോഷരെന്ന് ഭാവിക്കുകയും മാലിന്യം കഴുകി കളയാതിരിക്കുകയും ചെയ്യുന്നവരുണ്ട്. അത് മാലിന്യം കഴുകി കളയാതിരുന്നാൽ എന്ത് സംഭവിക്കും? കഴുകി പൊഴുത്ത് ഇൻഫെക്ഷൻ അടിക്കും. അത് ഭയങ്കരമായ കുഴപ്പമുണ്ടാക്കും. സോ മാലിന്യം എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് കഴുകി വൃത്തിയാക്കുക. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങൾ പണ്ട് 2 കുടുംബം 2 കാറിലായിട്ട് വേളാങ്കണ്ണി പോയി. തമ്മി മത്സരിച്ച് 2 അംബാസഡർ കാറുകളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇടയ്ക്കെത്തിയപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കാറിലെ പയ്യന് ടോയ്ലറ്റ് മൂത്രം ഒഴിക്കാനായിട്ട്, അപ്പോൾ വീടും കെട്ടിടങ്ങളൊന്നും ഇല്ലാത്ത കുറേ വലിയ ഏരിയയിൽ
വേളാങ്കണ്ണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ മരങ്ങളും ഈ റോഡും മരങ്ങളും ഒഴിഞ്ഞ പ്രദേശങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തി കൊടുത്തു. അതിന് പകരം ഇവൻ ഇറങ്ങി അങ്ങോട്ട് താഴേക്ക് കാട് പിടിച്ചില്ല. അപ്പം എൻ്റെ അപ്പം വിളിച്ചു പറഞ്ഞു, അപ്പൻ ഈ തമിഴ്നാട്ടിൽ ഒത്തിരി വർഷങ്ങൾ പോയി നിൽക്കുകയും ജോലിയെടുക്കുകയും അമ്മാവൻ്റെ വീട് മദ്രാസിലായിരുന്നത് കൊണ്ട് MRFിലായിരുന്നു അദ്ദേഹം. അങ്ങനെയൊക്കെ ആ പരിചയങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു പോലെ അവൻ്റെ വീട്ടുകാരും പറഞ്ഞതനുസരിച്ചില്ല, ഇവിടെ വല്ലയിടത്തും നിന്നോ, ഞങ്ങളാരും നോക്കുന്നില്ലെന്ന് പറഞ്ഞു. അവൻ കാട്ടിലോട്ട് ഇറങ്ങിപ്പോയി. പക്ഷേ കുറേ നേരം കഴിഞ്ഞ് ഈ കാറിൽ അവർക്ക് ഇരിക്കാൻ വയ്യ, ദുർഗന്ധം കൊണ്ട് സഹിക്കാൻ വയ്യ. വണ്ടി നിർത്തിയൊക്കെ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. അവസാനം വീണ്ടും നിർത്തി. വണ്ടിയിൽ നിന്ന് ദുർഗന്ധം. അപ്പോൾ എൻ്റെ അപ്പം വന്നിട്ട് പറഞ്ഞു, അവൻ്റെ ഷൂസിൻ്റെ അടിയിലൊന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോഴാണ് അവിടെ ആരോ മലമൂത്രം വിസർജനം നടത്തിയ സ്ഥലത്തേക്കാണ് ഇറങ്ങി പോയത്. അറിയാതെ ചവിട്ടി വണ്ടിയിൽ കയറി. ആ ഷൂസ് വലിച്ചെറിഞ്ഞ് കളയാൻ പോവുകയാണ്. കാരണം ദേഹത്തൊന്നും ആയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ ചവിട്ടിക്കയറ്റിയത് AC കൂടി ഇട്ടപ്പോൾ വണ്ടിയുടെ അകത്ത് മുഴുവൻ കാറ് പിന്നെ സർവീസ് ചെയ്തിട്ട് പോലും ആ മണം പോകാത്ത അവസ്ഥ. അവിടെ നിന്ന് പോകേണ്ടി വന്നു. ഇതുപോലെയാണ് പാപത്തിൽ ജീവിക്കുന്ന തെറ്റായ ബന്ധം, തെറ്റായ കൂട്ടുകെട്ടുകൾ, പാപം ഏറ്റുപറയാത്ത കുമ്പസാരിക്കാത്ത അവസ്ഥകൾ ആകെ ജീവിതം ദുസ്സഹമാക്കും. കുടുംബത്തിൽ ദൈവചിന്ത ഇല്ലാത്ത അവസ്ഥ, അഭിവൃദ്ധിയില്ല, ഉയർച്ചയുമില്ല, കെടുകാര്യസ്ഥതകൾ വേട്ടയാടുന്ന അവസ്ഥ. ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി മാനസാന്തരപ്പെടാതെ മൊബൈൽ ഫോണിന് അടിപ്പെട്ടവരുണ്ട്. നല്ലതായാലും ചീത്തയായ അധികമായാൽ അമൃതും വിഷമെന്ന് പറയും. അതുപോലെ കണ്ട് നല്ലത് അശ്ലീല വീഡിയോ, അശ്ലീല പടങ്ങൾ, ഫോൺ സെക്സ് പച്ചയായിട്ട് പറയുകയാണ്. ഇന്ന് കുട്ടികൾ തൊട്ട് യുവജനങ്ങൾ, പ്രായമായവരെല്ലാം. ഒരമ്മച്ചി എന്നോട് പറഞ്ഞ ഇതാ ബ്രദറെ, എനിക്ക് 1.5-2 മണിക്കൂറൊക്കെ ഇതിൻ്റെ അഡിക്ഷനാണ്, എനിക്ക് പറ്റുന്നില്ല, നല്ല വിശുദ്ധി ജീവിക്കേണ്ട കാലഘട്ടത്തിൽ അതിനാ ഞാൻ ഈ ധ്യാനം കൂടാൻ വന്നതെന്ന് പറഞ്ഞതോർക്കുകയാണ്. അപ്പോൾ പാപം ഏറ്റു പറയണം. സങ്കീർത്തനം 32:3 പറയുന്നുണ്ട്, ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചു പോയി. ശരീരം മാത്രമല്ല, അസ്ഥികൾ വരെ ജീർണിപ്പിച്ച് കളയും. പാപത്തിന് അത്രയ്ക്ക് ശക്തിയാണ്. 32-ാം സങ്കീർത്തനത്തിൽ പാപത്തിന് ഭാരമുണ്ട്. 32-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം, 3-ഉം 4-ഉം വാക്യമാണ് കേട്ടത്. വേനൽക്കാലത്തെ ചൂട് കൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി അറ്റുപോയി. ചിലരൊക്കെ പറയും ഒരു ശക്തിയില്ല, ശരീരത്തിന് ഒരു ബലമില്ല, ടെസ്റ്റ് ചെയ്തിട്ട് രോഗമൊന്നും കാണുന്നില്ല. ഒന്ന് തിരിഞ്ഞ് ഓടിക്കോ, തുറന്നൊരു കുമ്പസാരം നടത്തിയാൽ മാത്രം മതി. കുറ്റബോധമൊക്കെ വേട്ടയാടുമ്പോൾ അസ്ഥികളൊക്കെ പൊടിയും, അസ്ഥിക്ക് അകത്ത് അടച്ചതുപോലത്തെ വേദന. അപ്പോൾ ഡോക്ടർ പറയും തേയ്മാനം എന്ന് പറയും. എന്നോടൊരു ഡോക്ടർ പറഞ്ഞത്, അല്ലാതെ എന്ത് പറയാനാ, കാരണം പിന്നെയും നോക്കിയിട്ടൊന്നും കാണുന്നില്ല, മാറുന്നില്ല. പക്ഷേ ഒരു സൈക്കോസോമാറ്റിക് ഡിസീസ് ആണെന്ന് പറയാം. അവരോട് അത് പറഞ്ഞാൽ പറയും ആ ഡോക്ടറിനൊന്നും അറിയില്ലെന്ന് പറയും. പിന്നെയും വരും വേദന, രോഗം, ഇതൊന്നും മാറുന്നില്ല. പിന്നെ നമ്മളൊക്കെ വിചാരിക്കും, നമ്മളൊക്കെ പോയി കുമ്പസാരിക്കുകയും ഖുർആൻ ശരീരം ചെയ്യുന്നു. ചിലരെല്ലാം എന്ത് ചെയ്തിട്ട് അവർക്ക് ഒരു കൊട്ടും കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർ അനങ്ങാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ എന്തോരം സൽപ്രവൃത്തി ചെയ്തിട്ടും അതിൻ്റെ പുണ്യമൊന്നും നമുക്ക് കിട്ടുന്നില്ല. വേറെ ചിലർ ഒന്നും ചെയ്യാത്തവർക്ക് പോലും എന്തോരം അനുഗ്രഹങ്ങളാണ്. അത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ചില വൈകല്യങ്ങളാണ്. 1 തിമോത്തി 5:24 പറയുന്നുണ്ട്, ചിലരുടെ പാപങ്ങൾ നേരെ ന്യായവിധിയിലേക്ക് നയിക്കും വിധം പ്രകടമാണ്. പാപമൊന്നും മാറിപ്പോയിട്ടില്ല. ചിലരുടെ പാപങ്ങൾ നേരെ ന്യായവിധിയിലേക്ക് ഡയറക്റ്റായിട്ട് പിടിവരുന്ന സമയമുണ്ട്. പക്ഷേ മറ്റു ചിലരുടെ പാപങ്ങളാകട്ടെ കുറേ കഴിഞ്ഞ് വെളിപ്പെടുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ്. നമുക്കിതൊന്നും ചിലർ പറയും നമുക്ക് അപ്പം കൊട്ട് കിട്ടുകയാണെന്ന് പറയും. ദൈവത്തെ ഒരു ശിക്ഷക്കാരനായിട്ട് ഒരിക്കലും കാണരുത്. യോഹന്നാൻ 3:17 പറയുന്നുണ്ട്, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. പുത്രനെ പോലും നൽകി. യോഹന്നാൻ 3:16 പുത്രനെ പോലും ബാക്കി വെക്കാതെ സമസ്തവും. യോഹന്നാൻ 3:16 എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് ലോകത്തെ ശിക്ഷിക്കാനല്ല. ഞാനിപ്പോൾ വാതിലും ജനലും ഒന്നും തുറക്കാതെ മുറി ഒന്നും അടച്ചു പൂട്ടി ഇരുന്നിട്ട് കാറ്റില്ല, വെളിച്ചമില്ല, ലൈറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് ഞാൻ തന്നെ ഒരുക്കുന്ന ശിക്ഷാവിധിയാണ്. ഇതുപോലെ തീയും വെള്ളവും രണ്ടും നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ തീയിലെ തൊടുകയുള്ളൂ എന്ന് വിചാരിച്ചാലോ, തീയിലെ കളിച്ചാലോ എന്താ പണി കിട്ടും?
അപ്പോൾ ഇതുപോലെ നന്മ വേണോ തിന്മ വേണോ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ന്യായീകരിക്കണ്ട, തർക്കിക്കണ്ട. ലൂക്ക 5:13-14 വചനങ്ങളിൽ കാണുന്നുണ്ട്, ഈശോ കുഷ്ഠരോഗിയെ യേശു സുഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുക. അച്ഛൻ്റെ അടുത്തൊന്നും പോകണ്ട, പള്ളിയിൽ പോകണ്ടെന്നല്ല പറഞ്ഞത്, നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുക. നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുന്ന കൂദാശയാണ് കുമ്പസാരം. നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. എന്നോടൊരു ചേട്ടൻ പറഞ്ഞ ഇതാണ്, വർഷങ്ങൾക്ക് മുമ്പ് കുമ്പസാരിച്ചപ്പോൾ 1.5 മണിക്കൂറായി കുമ്പസാരക്കൂട്ട്. അവസാനം അച്ഛൻ ചോദിച്ചു, മോനെ ഇത്രയും നേരം പറഞ്ഞത് വീട്ടിലുള്ളവരുടെ അമ്മായിപ്പൻ്റെ അമ്മായിമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും നാട്ടുകാരുടെയും പാവോ, ഇനി മോൻ്റെ വല്ലതും ഉണ്ടോ? പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇതല്ല കുമ്പസാരം, എന്നിലേക്ക് തന്നെ തിരിയണം. പൊട്ടിക്കരഞ്ഞു പോയി. പക്ഷേ നല്ലൊരു മാനസാന്തരം കിട്ടിയ ഒരു അനുഭവമാണ്, അവസ്ഥയാണ് ആ വ്യക്തിക്ക് ഉണ്ടായത്. കുമ്പസാരിച്ചപ്പോൾ ക്യാൻസർ മാറിയ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ കുമ്പസാരത്തിന് വേണ്ടി ഒരുക്കിയ എറണാകുളത്തെ പ്രശസ്തമായ ആശുപത്രിയിൽ പോയി കുമ്പസാരത്തിന് ഒരുക്കി. വേറൊന്നും ചെയ്യാനില്ല, കാരണം മരണകരമായ അവസ്ഥ. പക്ഷേ ഡോക്ടർമാരെ പോലും വീട്ടുകാരെ പോലും ഞെട്ടിച്ചുകൊണ്ട് ക്യാൻസർ രോഗി ജീവിതത്തിലേക്ക് അടുത്ത ദിവസം മുതൽ ഉള്ള മാറ്റങ്ങൾ പിന്നെ അടിപൊളിയാണ്. കുമ്പസാരിക്കുകയും ചെയ്തു, അച്ഛൻ വന്ന് കുർബാനയും കൊടുത്തു. നല്ല അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെട്ടു. ഇങ്ങനത്തെ ഒന്നല്ല കേട്ടോ, ഒട്ടനവധി അനുഭവങ്ങൾ ഉണ്ട്. അപ്പോൾ ചിലർ പറയും എല്ലാ ദിവസവും പള്ളിയിലും പോകണം, മാസം കുമ്പസാരിക്കണം. ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കൂ. 1 കൊരിന്തോസ് 11-ാം അധ്യായത്തിൽ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ എടുത്ത് വായിക്കുകയും ചെയ്യും. അവിടെ പറയുന്നുണ്ട് അയോഗ്യതയോടെയുള്ള വിശുദ്ധ കുർബാന സ്വീകരണത്തെക്കുറിച്ച്. നിങ്ങളിൽ പലരും രോഗികളായി തീർന്നതിനും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാണ്. കാരണം അവർ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരായിട്ട് പാപം ചെയ്യുന്നു. അതായത് പാപം വെച്ചിട്ട് അല്ലെങ്കിൽ വലുതൊക്കെ അരിച്ചു മാറ്റിയിട്ട് ചെറുതൊക്കെ കുമ്പസാരിച്ചു. പാപം ഏറ്റു പറയാത്ത ഒളിച്ചു വെച്ചിട്ടുള്ള കുമ്പസാരം ഇത് രക്ഷ തരിക ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ തന്നെ, നാളെ നമ്മളുണ്ടാകുമെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ ഒരു യഥാർത്ഥ കുമ്പസാരം തിരുവനന്തപുരത്തൊരു പള്ളി ധ്യാനിപ്പിക്കാനായിട്ട് പോയപ്പോൾ ധ്യാനം കഴിയാറായി. പക്ഷേ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് മെസ്സേജ് തരികയാണ്, കുമ്പസാരിക്കണോ വേണോ? കുമ്പസാരിക്കായിരുന്നു. കുമ്പസാരത്തിൻ്റെ ക്ലാസ്സും കുമ്പസാരവും എല്ലാം കൗൺസിലിങ്ങും എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അഭിഷേക പ്രാർത്ഥന. 2 വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ട്, സംശയിച്ച് വർഷങ്ങളായി കുമ്പസാരിക്കാത്തവരാണ്. അവരെത്രയും പെട്ടെന്ന് ആ 2 വ്യക്തികൾ കുമ്പസാരിക്കുകയും ചെയ്തു. ആ ധ്യാനം ഇങ്ങനെ കെട്ടഴിച്ച് വിട്ട പോലെ ഒത്തിരി അഭിഷേകമായിരുന്നു. വികാരിയത്തിനും കൊച്ചച്ഛനും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോരാൻ നേരം കാപ്പി കുടിച്ചിരിക്കുമ്പോൾ പറഞ്ഞു, ഭയങ്കര അതിശയമായിപ്പോയി. ഇത്രയും വർഷം കുമ്പസാരിക്കാത്ത വ്യക്തികൾ നമ്മുടെ ഇടവകയിലുണ്ടെന്ന് അറിഞ്ഞത് ഇപ്പോഴാണ്. ഇത് രോഗശാന്തി കിട്ടുന്നതിനേക്കാൾ വലിയ അത്ഭുതമാണ്. യഥാർത്ഥമായ ഒരു മാനസാന്തരം അവിടെ ഉണ്ടായി. അപ്പോൾ 1 തിമോത്തി 5:24 ചിലരുടെ പാപങ്ങൾ നേരെ ന്യായവിധിയിലേക്ക് നയിക്കും വിധം പറയണം, മറ്റു ചിലരുടെ പാപങ്ങളാട്ടെ കുറേ കഴിഞ്ഞേ വെളിപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ സൽപ്രവൃത്തികളും. ചിലർ വിചാരിക്കും ഞങ്ങൾ ദാനാർമ്മം ചെയ്യുന്നല്ലോ, തെരുവിൽ ഭക്ഷണം കൊടുക്കുന്നല്ലോ, ബിഷപ്പിൻ്റെ വിളിയിൽ കൊടുത്തല്ലോ, മരിച്ചവർക്ക് വേണ്ടി കുർബാന ചൊല്ലിച്ചല്ലോ, അനാഥമന്ദിരം സന്ദർശിച്ചല്ലോ, അത് ചെയ്തു ഇത് ചെയ്തു, പാവപ്പെട്ടവർക്ക് വസ്ത്രം കൊടുത്തു, നല്ല കാര്യം. എന്നിട്ടും ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ വന്ന, അല്ലെങ്കിൽ എന്താ അതിന് പ്രതിഫലം കിട്ടാത്തത്? ഇവിടെ വചനം പറയാണ് സൽപ്രവൃത്തികളും അതുപോലെ തന്നെയാണ് എന്ന്. എപ്പോഴാണ് ഇതിൻ്റെ ഫലങ്ങൾ കാണുന്നത്, റിസൾട്ട് വരുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചിലത് നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ഇടുന്നത് മുഴുവൻ ഇവിടെ വെച്ച് തന്നെ തിന്ന് കുടിച്ച് ഇപ്പം തന്നെ തീർക്കാൻ വേണ്ടിയല്ല. ഇതാ നമ്മുടെ വീക്കായിട്ട് വരുന്ന, വാർദ്ധക്യം വരുന്ന, രോഗങ്ങൾ വരുന്ന അവസ്ഥകളിൽ ചികിത്സക്കും അല്ലെങ്കിൽ കിടപ്പിലാകുന്ന അവസ്ഥകളിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടാകും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ. ഇപ്പോൾ തന്നെ അതിൻ്റെ മുഴുവൻ റിസൾട്ടും കിട്ടണമെന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് നമുക്കും കുടുംബത്തിനും തലമുറകൾക്കും തീർച്ചയായിട്ടും അതുപോലെ തന്നെ സൽപ്രവൃത്തികളും എന്നാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് സുഭാഷ 28:13 വചനം കേൾക്കുന്നത് പോലെ തന്നെ പറയുന്നത് പോലെ തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകുകയില്ല, ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. അപ്പോൾ മത്തായി 16:19 സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് സ്വർഗത്തിൽ അഴിച്ചു കഴിഞ്ഞാൽ ഹെബ്രായർ 7:25 പറയുന്നുണ്ട്, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന്
കഴിവുണ്ട്. ഈ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചോ. ഈ ഒരു നിയോഗം വെച്ചിട്ട് നല്ല ബോധവും പശ്ചാത്തലവും തരണേ. ഹെബ്രായർ 7:25 എന്നുള്ള ആ വചനം വെച്ച് പ്രാർത്ഥിച്ചോ. കുമ്പസാരക്കൂട്ടിൽ അച്ഛനല്ല, മനുഷ്യനല്ല, ഈശോ ആണ് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുക. വിശുദ്ധ അന്തോനീസിൻ്റെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്, കുമ്പസാരിക്കാൻ വന്നാക്ക് മുട്ടടി വാട്ടർ സപ്ലൈ എന്ന് പറഞ്ഞ പോലെ കൈയും കാലും പറിച്ചിട്ട് പോയാൽ എല്ലാം മറന്നു പോകുന്നു. അപ്പോൾ എഴുതിക്കൊണ്ട് വരാനായിട്ട് പറഞ്ഞു. എഴുതിക്കൊണ്ട് വന്നിട്ടും നോക്കുമ്പോൾ അയാൾക്ക് വായിക്കാനോ കാണാനോ പറ്റുന്നില്ല. അവസാനം വിശുദ്ധ അന്തോനീസ് ഇയാളുടെ കയ്യിൽ നിന്ന് പാവങ്ങൾ എഴുതിക്കൊണ്ടുവന്ന് ആ കുറിപ്പ് മേടിച്ചിട്ട് ആശീർവദിച്ചിട്ട് തിരിച്ചു കൊടുത്തു. ഇതാ എഴുതിക്കൊണ്ട് വന്ന പേപ്പറായിരുന്നെങ്കിലും പിന്നെ കാണുന്നത് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പ്യുവറായിട്ടുള്ള പേപ്പറാണ്. അതിൽ എഴുതിയതൊന്നും കാണുന്നില്ല. അത്ഭുത പ്രവർത്തനമായ വിശുദ്ധ അന്തോനീസാണ്, ഓർത്തോണം കേട്ടോ. അന്തോനീസ് ഉണ്ണിയാളുടെ ചരിത്രത്തിൽ ഉണ്ടായതാണ്. അതുകൊണ്ട് തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകുകയില്ല, ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. കരുണ ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കരുണയുടെ സിംഹാസനത്തിലേക്ക് ഓടി അലയുന്നത്. 32-ാം സങ്കീർത്തനത്തിൽ 5-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പറയുന്നത്, എൻ്റെ പാപം അവിടത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല, എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ഈ വചനം ഒന്ന് ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചോ. സങ്കീർത്തനം 32:5. വിശുദ്ധ അഗസ്റ്റിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പുണ്യവാളിന് ഒത്തിരി പാപത്തിലും വ്യഭിചാരത്തിലും അന്ധവിശ്വാസം മന്ത്രവാദത്തിലൊക്കെ പിൽക്കാലം ജീവിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ റോമ 13:11 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ് അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തിയത്. ഇപ്പോൾ നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറുകളാണല്ലോ, രാത്രി കഴിയാറായി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വചനത്തിൽ സമയമുള്ളപ്പെടുത്ത് വായിക്കുക. അപ്പോൾ അദ്ദേഹത്തെ മരിക്കുന്നത് വരെ അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ് 32-ാം സങ്കീർത്തനം 1 മുതൽ 6 വരെ. വിശുദ്ധ അഗസ്റ്റിൻ്റെ ശിഷ്യന്മാർ മരണനേരത്ത് അദ്ദേഹത്തെ ആ വചനഭാഗം വായിച്ച് കേൾപ്പിക്കുകയും അദ്ദേഹം ഈ വചനം എഴുതി വെപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഈ വചനം എഴുതി പ്രാർത്ഥിക്കുന്നതും പറഞ്ഞു പ്രാർത്ഥിക്കുന്നതും 32-ാം സങ്കീർത്തനം 1 മുതൽ 6 വരെ യഥാർത്ഥ അനുതാപം ഉണ്ടാകാൻ നല്ലതാണ്. അപ്പോൾ 32:5 വചനമാണ് നമ്മൾ ഇപ്പോൾ പങ്കുവെക്കുന്നത്. എൻ്റെ പാപം അവിടത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല, എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. മരിച്ചു പോകുമെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആയുസില്ലെന്ന് പറഞ്ഞ ഒരു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ച് കൊച്ചിൻ്റെ മാതാപിതാക്കളോടും അപ്പൻ്റെ അമ്മേനോടും അപ്പനോടും അമ്മയോടും എല്ലാവരോടും കുമ്പസാരിക്കാൻ പറഞ്ഞു. അവരെല്ലാം ആശ്രമത്തിൽ പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചു. പതിയെ ആ കൊച്ചി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. വൈദ്യശാസ്ത്രം പറഞ്ഞത് ലോകത്തെ എവിടെ കൊണ്ടുപോയാലും ഇനി ജീവിച്ചിരുന്നാൽ തന്നെ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. അതുകൊണ്ട് യോഹന്നാൻ 11:44 പറയുന്നുണ്ട്, കെട്ടുകളഴിയും. അപ്പോൾ സങ്കീർത്തനം 32:1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ ഒരു മാസം എല്ലാ ദിവസവും സാധിക്കുന്നത്ര പ്രാവശ്യം പറഞ്ഞ്, ചിലർക്ക് എണ്ണം പറഞ്ഞാലേ ഒരു തൃപ്തിയുള്ളൂ. അത് നിങ്ങൾ 32-ാം അധ്യായം 1 മുതൽ 6 വരെ ഒരു 21 പ്രാവശ്യം പ്രാർത്ഥിക്കുക. അതുപോലെ സങ്കീർത്തനം 32:5. ഇനി മറ്റ് ചിലരാണെങ്കിൽ 32:5 വചനം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. സങ്കീർത്തനം 107 പറയുന്നുണ്ട്, കാരണം പാപം രോഗിയാക്കും. 107:17 മുതലുള്ള വാക്യങ്ങൾ 20 വരെ. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് പലരും രോഗികളായിത്തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. നമുക്ക് അങ്ങനെയൊന്നും തോന്നില്ല. ഒരാളെ കെട്ടിയിട്ടിട്ട് അയാൾക്ക് വല്ലതും ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് പാപത്തിൽ ജീവിക്കുന്ന മാനസാന്തരപ്പെടാത്ത അവസ്ഥ. അപ്പോൾ ദുരിതത്തിലായി, തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് വചനമയച്ച് അവരെ സുഖപ്പെടുത്തി. പുരോഹിതൻ കർത്താവിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ അവിടെ ഇരുന്നുകൊണ്ട് പാപമോചന ആശീർവാദം തരും. ഇനി കുമ്പസാരിക്കുമ്പോൾ എൻ്റെ ജീവിതകാലം മുഴുവൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളും പൊറുക്കണമെന്നൊന്ന് പറഞ്ഞു നോക്കിയാൽ ലാസ്റ്റ് ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര അഭിഷേകമായിരിക്കും, ഒത്തിരി കെട്ടുകളൊക്കെ അഴിയും. അങ്ങനെ ഏത് കാര്യങ്ങൾ, സാമ്പത്തിക ബന്ധനം കിട്ടിയിട്ട് ഊതിപ്പറത്തി പോകുന്ന അവസ്ഥ, കടങ്ങൾ മാറുന്നില്ല. കാരണം ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. എൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കുമെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. പിശാചിട്ട് തട്ടിത്തെറിപ്പിച്ച് കളയും, തകിടം മറിക്കില്ല. അനുദപിക്കാത്ത പാപങ്ങൾ തലമുറകൾക്ക് പോലും ശാപവും ഭാരമായിട്ട് കടന്നു വരും. കാരണം പാപത്തിന് ശക്തിയുണ്ട്. വേനൽ
വേനൽക്കാലത്ത് ചൂട് കൊണ്ടെന്ന പോലെ അവിടെ 32-ാം സങ്കീർത്തനത്തിൽ അത് ശക്തി ക്ഷയിപ്പിച്ച് കളയും. നമ്മുടെ മാത്രമല്ല, കുടുംബത്തിൻ്റെ ശക്തിയും ബലവും എല്ലാം പോകുന്ന അവസ്ഥ. ഇതാ ഏറ്റുപറയാതിരിക്കും തോറും അതിങ്ങനെ ഏറ്റുപറയാത്ത, പരിഹാരം ചെയ്യാത്ത പാവങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഒബാദ്യ 1:15 സംഖ്യ 32-23 വചനങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒബാദ്യ 1:15 പറയുന്നുണ്ട്, നിൻ്റെ തന്നെ പാപം നിൻ്റെ തന്നെ തലയിൽ വീഴും. വേറെ എവിടെ വീണാലും കുഴപ്പമില്ല, തലയിൽ വീണാൽ. ഈ അടുത്ത നാൾ ഒരാൾ മരിച്ചതറിഞ്ഞ് അവിടെ കാണാൻ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ പറ്റിയത്? തലക്കാണ് ആക്സിഡൻറ്റിൽ അടി കിട്ടിയത്, തലയുടെ പുറകിൽ കിട്ടി, വേറെ ഒരു പാടോ ഒരു മുറിവ് പോലും ഇല്ല. അപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, വള്ളിയിട്ടുണ്ടായിരുന്നില്ല, ഹെൽമെറ്റ് ആ ഇടിയിൽ തെറിച്ചു പോയി, തല അടിച്ചിട്ടാണ് ആക്സിഡൻറ്റ് പറ്റി ഇയാൾ മരിച്ചത് എന്ന്. വേറെ ഒരു മുറിവോ ഒരു പാടോ ഒന്നും ഇല്ല. അപ്പം പാപം തലയിൽ വീണാലുള്ള അവസ്ഥ വർണ്ണിക്കാൻ വയ്യ. തലക്ക് എന്തെങ്കിലും പറ്റിയാൽ വേറെ എവിടെ പറ്റിയാലും കുഴപ്പമില്ല, തലക്ക് പറ്റിയാല. അതുകൊണ്ടാണ് നമ്മുടെ തലയുടെ മെഡില്ല ഒബ്ലറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തമ്പുരാൻ മുമ്പിലല്ല വെച്ചേക്കണം. മുമ്പിലൊക്കെ പലപ്പോഴും അവിടെ ഇവിടെ പുറകിലാണ് പരമാവധി. അത്ര നിവൃത്തിയില്ലാതെ എവിടെയെങ്കിലും അടിക്കുകയോ മറിഞ്ഞു വീഴ് എന്തെങ്കിലും പറ്റിയാലാണ്. ഞാൻ എറണാകുളത്ത് ഒരു ആശുപത്രിയിൽ ഒരാളെ പ്രാർത്ഥിക്കാനായിട്ട് പോയി. പള്ളിപ്പെരുന്നാളിനിടക്ക് ആൾ മാറി അടിച്ചതാണെന്നാണ് പിന്നെ തെളിഞ്ഞത്. ആൾ മാറിപ്പോയി, ഗുണ്ടകളെ അടിക്കാൻ ഏൽപ്പിച്ചതാണ്. അപ്പോൾ ചത്ത പോലെ കിടന്ന ഈ രോഗിക്ക് വേണ്ടി അവസാനം ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. പക്ഷേ ആ നേഴ്സിൻ്റെ വിശ്വാസം, അവിടെ സൂപ്രണ്ടും ഒരു വിശ്വാസിയായിരുന്നു, പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് വന്നു. അന്നേരം ഒരു അനക്കമില്ല. കൊണ്ടുപോയിക്കോളാനായിട്ട് പറഞ്ഞു. പക്ഷെ കൊണ്ടുപോയിക്കോളാനായിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞ അന്ന് ചലനം കിട്ടി, ചെറുതായിട്ട് സംസാരം കിട്ടി, ആള് മാറി തലക്ക് ആണ് അടി കിട്ടിയത്. അതാണ് ഗുരുതരമായതെന്ന് പറയുകയാണ്. അപ്പം ഞാനിതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പാപം ഒബാദ്യ 1:15 നിൻ്റെ തന്നെ തലയിൽ വീഴും. ജോബ് 7:21 പറയുന്നുണ്ട്, എൻ്റെ പാപം അങ്ങേക്ക് ക്ഷമിച്ചുകൂടെ. നീതിമാനായ ജോബ് പോലും ആ ഗൗരവം ആ വചനത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. എൻ്റെ പാപം അങ്ങേക്ക് ക്ഷമിച്ചുകൂടെ. സംഖ്യ 32:23 പറയുന്നുണ്ട്, നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഇതാ വേട്ടയാടുക എന്ന് പറഞ്ഞാൽ എന്താ? വിടൂല, പുറകേ നടന്ന് ജീവിതം നശിപ്പിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് നമ്മുടെ കുമ്പസാരം ഭർത്താവിനോടും ഭാര്യനോടൊന്നും വേണ്ടട്ടാ. ഇപ്പം ഇതെല്ലാം കേട്ടിട്ട് കുമ്പസാരക്കുട്ടി തന്നെ നടത്തണം. കുമ്പസാരക്കുട്ടി ആരും ഫോൺ നമ്പറും കൊടുക്കണ്ട, അവരെ ആങ്ങളെയും ആക്കണ്ട, ഒന്നും പെങ്ങളും ആക്കണ്ട. കുമ്പസാരിക്കാൻ പോയാൽ കുമ്പസാരിച്ചിട്ട് വരിക. ഇതാ ദൈവത്തോടാണ് പറയുന്നത് എന്നുള്ള ബോധ്യത്തിൽ തുറന്ന് പാപത്തിൻ്റെ എണ്ണം ഘനം ഗൗരവം. പാപത്തിൻ്റെ എണ്ണം ഘനം ഗൗരവം. 10 രൂപ മോഷ്ടിക്കുന്നതിൻ്റെ കട്ടിയല്ല 1 ലക്ഷം മോഷ്ടിക്കപ്പെട്ടതിൻ്റെ ആ വേദന. അതുകൊണ്ട് 1 ലക്ഷം മോഷ്ടിച്ചിട്ടുണ്ടെന്ന് പറയാതെ 1 ലക്ഷം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ പറയണം. പറഞ്ഞാൽ മാത്രം പോരാ, പരിഹാരം ചെയ്യണം. തിരിച്ചു കൊടുക്കേണ്ടത് തിരിച്ചു കൊടുക്കണം. ഇങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരാൾ കുമ്പസാരിക്കാൻ പോയപ്പോൾ അച്ഛൻ്റെ പോക്കറ്റിൽ ഇങ്ങനെ ഒരു വലിയ നോട്ട്, 500 രൂപ നോട്ട് പൊങ്ങിയിരിക്കുക. അപ്പോൾ ആ പതിയെ കട്ട് നടക്കുന്നവൻ അവനത് പൊക്കിയെടുത്ത്. അപ്പോൾ കുമ്പസാരിച്ച് കഴിഞ്ഞാൽ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇത് ഒരാൾക്ക് കട്ടെടുത്ത് തിരിച്ചു കൊടുത്തിട്ട് മേടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് നീ എന്നെ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുമ്പസാരം കഴിഞ്ഞപ്പോൾ ഇയാൾ 500 രൂപയും പിടിച്ച് അച്ഛൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഇതെന്താ? അത് അച്ഛൻ ഇത് വെച്ചോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, വേണ്ട അത് നിൻ്റെ കയ്യിലിരുന്നോട്ടെ എന്ന് പറഞ്ഞു. അച്ഛനോർത്ത് കുമ്പസാരിപ്പിച്ചതിന് പൈസയും കൊണ്ടുപോകാം. അങ്ങനെ അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ച് കൊടുത്താന്ന് ചോദിച്ചാൽ കൊടുത്ത്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. ആ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് കട്ട പൈസ കബളിപ്പിച്ച് ആ കള്ളൻ അവിടെയും കട്ടിട്ട് പോയി. അത് അങ്ങനത്തെ ഒരു കുമ്പസാരം ആകരുത്. ആത്മാർത്ഥമായ അനുതാപമുള്ള ഒരു കുമ്പസാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. തന്നെ മക്കൾക്ക് വഴി തെളിഞ്ഞു കിട്ടും. ഇതാ മാതാപിതാക്കളുടെ അനുതാപം കുടുംബത്തെ ലൂക്കാ 19:9 നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സക്കേവൂസ് എന്ന ഈ അപ്പൻ്റെ പാപം മക്കളെയും കുടുംബത്തെയും എല്ലാം കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ സക്കേവൂസ് യേശുവിൻ്റെ മുമ്പിൽ ഒരു തുറന്ന കുമ്പസാരം, കർത്താവ് ഡയറക്റ്റായിട്ട് അവിടെ പാവമോചനം കൊടുക്കുകയാണ് അല്ലേ. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. അതുപോലെ നല്ല കള്ളൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കട്ട് പറുദീസ വരെയും കട്ടെടുത്തു എന്ന് അങ്ങനെ പറയും അല്ലേ. കർത്താവ് ഡയറക്റ്റായിട്ട് അവന് പാപമോചനം കൊടുക്കുകയാണ്. യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ കീഴിൽ നമ്മളെ ഓരോരുത്തരെയും ഇതാ സമർപ്പിച്ച് കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി നമുക്ക്
പ്രാർത്ഥിക്കാം. യേശയ്യാപ്രവചനം 43-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയില്ല. നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയില്ല. നിന്റെ യേശയ്യാ 43:25, തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. ഇത് പറഞ്ഞ് ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയ വചനങ്ങളാണ്. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. ഈ വചനത്താൽ യേശുവിൻ്റെ തിരത്തം കൊണ്ട് എന്നെ കഴുകണമേ, നല്ലൊരു കുമ്പസാരം എനിക്ക് തരണമേ, പാപബോധം തരണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ കുടുംബത്തിൻ്റെ ആ കെട്ടുകളെല്ലാം അഴിക്കണമേ. ഇനി യേശയ്യാ 1:18 പറയുന്നുണ്ട്, കടുംചുവപ്പാണെങ്കിലും ഇതാ മഞ്ഞുപോലെ ഞാൻ വെണ്മയുള്ളതാക്കും. പ്രൈസ് ദി ലോർഡ്. യേശയ്യാ 1:18. ഹല്ലേലൂയ. മിക്ക 7:19 വചനം പറയുന്നുണ്ട്, അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിക്കും, ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. നമ്മൾ അത്രയും ചെയ്താൽ മതി. കുമ്പസാരിച്ചിട്ട് വാ. വൈദികർ സഭ വിട്ടു പോയിട്ടുണ്ട്, വൈദികർക്ക് ബുദ്ധിഭ്രമം ഉണ്ടായിട്ടുണ്ട്, വൈദികർ വൃദ്ധരായിട്ടുണ്ട്, ഓർമ്മക്കുറവുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു വൈദികരും ആരുടെയും പാപം വെളിപ്പെടുത്തിയതായതും വിളിച്ചു പറഞ്ഞതായിട്ടും എങ്ങും കേട്ടിട്ടില്ല. അത് ദൈവദത്തമായ ഒരു വിളിയാണ്. പക്ഷേ കുമ്പസാരം നടത്തിയിട്ട് രക്ഷപ്പെട്ട അനേകം അനുഭവങ്ങളും കുടുംബങ്ങളും വ്യക്തികളെയും നേരിട്ടറിയാം. കുമ്പസാരം എന്നത് കൂദാശയാണ്. കൂദാശ എന്ന് പറഞ്ഞാൽ സാക്രിമെൻറ്റോ, വിശുദ്ധീകരിക്കുന്ന കർമ്മം. പ്രൈസ് ദി ലോർഡ്. ദൈവവരപ്രസാദം ലഭിക്കാനായിട്ട് ദൈവം ഏൽപ്പിച്ച് തന്ന ഡയറക്റ്റായിട്ട് വെളിപ്പെടുന്ന ഒരു അവസ്ഥയാണ് എന്തുള്ളത്, കുമ്പസാരത്തിൽ ഉള്ളത്. അപ്പം ഇന്നീ കേട്ട വചനങ്ങൾ, സാധിക്കുന്ന വചനങ്ങൾ എഴുതി പ്രാർത്ഥിക്കുക, പറഞ്ഞ് പ്രാർത്ഥിക്കുക. വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. അദൃശ്യമായ വരപ്രസാദം ലഭ്യമാക്കാൻ ഈശോ മിശിഹ സ്ഥാപിച്ച ദൃശ്യമായ അടയാളമാണ് എന്ത്, കൂദാശ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹ സ്ഥാപിച്ച, സഭയെ ഏൽപ്പിച്ച ദൃശ്യമായ അടയാളം. സഭയിലൂടെയാണ് നമുക്ക് പാപമോചനം ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരാളൊരിക്കൽ എന്നോട് വന്നിട്ട്, ബ്രദർ എന്നെ ഒന്ന് കുമ്പസാരിപ്പിക്കണം. അയ്യോ, ഞാനൊരു വിവാഹിതനാണ്, ഒരു കുടുംബ ജീവിതക്കാരനാണ്. കുമ്പസാരിക്കേണ്ടത് അതൊരു പൗരോഹിത്യ അധികാരം, വൈദികരുടെ അടുത്താണ്. അതുകൊണ്ട് കുമ്പസാരം വളച്ചൊടിക്കപ്പെടരുത്. വൈദികരുടെ അടുത്ത് അത് പൗരോഹിത്യ അധികാരത്തിലാണ് നമുക്ക് പാപമോചനം ദൈവം നൽകുന്നത്. അപ്പോസ്തല പ്രവർത്തനം 3:19 പറയുന്നുണ്ട്, അതിനാൽ നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയണം. പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയണം. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ, 1 യോഹന്നാൻ 3:8 പറയുന്നതാണ്, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നും ഉള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അതുകൊണ്ട് കുമ്പസാരിക്കുമ്പോൾ ഞാനും നിങ്ങളും ചെയ്യുന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ തകർക്കുകയാണ്. ഇതാ ബൈബിളിലുണ്ടോ ഇങ്ങനെ? യേശു തളവാത രോഗിയോട് രോഗസൗഖ്യം നൽകിക്കൊണ്ട് പറയുന്ന ഇതാണ് ലൂക്കാ 5:20, മനുഷ്യാ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ നീ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നതോ നല്ലത്? ഇതാ പാപവും പാപം മോചിപ്പിച്ചപ്പോൾ പാപം വഴിയായുള്ള രോഗവും സൗഖ്യം പ്രാപിച്ചു. ഇതാ മരുന്നുകൾ പോലും ഇല്ലെന്ന് പറയുന്ന രോഗങ്ങൾ പോലും കുമ്പസാരം വഴി സൗഖ്യം പ്രാപിച്ച. മരുന്നില്ല, അപൂർവ രോഗമാണ്, ലക്ഷത്തിൽ ഒരാൾക്ക് വന്നതാണ്, നമ്മുടെ രാജ്യത്തില്ല, ഇത് വിദേശങ്ങളിലാണ് കൂടുതലും കണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞ കേസുകളൊക്കെ ഇതുപോലെ പാപമോചന അധികാരം കുമ്പസാരിപ്പിച്ച് അവർക്ക് വേണ്ടി രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണം. അപ്പോൾ സൗഖ്യം കിട്ടുന്ന, അല്ലെങ്കിൽ പടിപടിയായിട്ട് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കും. മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരക്കൂട്ടിലേക്ക് നമ്മൾ ഓടി അണയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തളവാത രോഗിയോട് ഈശോ പറയുന്നു, ലൂക്കാ 5:20, മനുഷ്യ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഇന്നീ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നവർ ദൈവവചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുനാമത്തിൽ കെട്ടുകൾ പൊട്ടട്ടെ. എല്ലാ കുറ്റബോധങ്ങളും ഭയങ്ങളും മുറിവുകളും നീങ്ങിപ്പോട്ടെ. യഥാർത്ഥമായ പാപബോധവും നീതിബോധവും മനസ്സാന്തരവും നൽകി പാപത്തെ ന്യായീകരിക്കുന്ന സ്വഭാവം, തർക്കിക്കുന്ന സ്വഭാവം, അവർ കാരണമാണ്, ഇത് കാരണമാണ്. 5 അബോർഷൻ ചെയ്ത വ്യക്തി പറഞ്ഞ ഇതാണ്, മറ്റേ 2 കൊച്ചുങ്ങളെ ശരിക്കും വളർത്താൻ വേണ്ടിയാണ്. ഒരു ന്യായീകരണവുമില്ല. അല്ലെങ്കിൽ
അന്ന് ഞങ്ങൾക്ക് ഉന്നത ജോലിയൊന്നും ലഭിച്ചിട്ടില്ല, അതിനും ന്യായീകരണം ഇല്ല. കൊല്ലാൻ വേണ്ടി വേറൊരു ന്യായീകരണം ഒരിക്കലും ഇല്ല. ഞാനൊന്ന് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. അതുപോലെ ഒരാളൊരു തെറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നു, ആ കളവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇവരെ കൂട്ടാതെ അവർ പോയി ഒറ്റക്ക് കളവ് നടത്തി പിടിക്കപ്പെട്ടു. പക്ഷെ പോലീസ് പിടിച്ചപ്പോൾ ഒന്നാം പ്രതി ഈ കളവ് പറഞ്ഞു കൊടുത്ത, ആസൂത്രണം ചെയ്ത, പ്രേരിപ്പിച്ച വ്യക്തിയാണ്. മറ്റേ ആൾ രണ്ടാം പ്രതിയാണ്. കാരണം എന്താ, അയാൾ ഡയറക്റ്റായിട്ട് ഇതിൽ പങ്കെടുത്തില്ല. പക്ഷേ ഇയാളുടെ ബുദ്ധിയും കഴിവും അറിവും ഓർമ്മയുമാണ് മറ്റവരെ ഇതിൽ പരിശീലിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് സിൻ ഈസ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മൈൻഡ്, ഇറ്റ് ഈസ് ആൻ ഇൻറ്റൻഷൻ ടു ഡു. അതുകൊണ്ട് പാപങ്ങൾ ഉപേക്ഷിച്ച് പശ്ചാത്തപിച്ച്, പാപങ്ങളൊക്കെ ക്രമമായിട്ട് ഓർക്കണം, പശ്ചാത്തപിക്കണം, മേലിൽ പാപം ചെയ്യുകയില്ല എന്ന പ്രതിജ്ഞ കൂടെ കുമ്പസാരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകണം. പാപങ്ങളെല്ലാം ഏറ്റുപറയണം, എല്ലാ പാവങ്ങളും ഏറ്റുപറയണം, ഒരുങ്ങി കുമ്പസാരിക്കണം. പറഞ്ഞത് തന്നെ പിന്നെയും പോയി കാണാപ്പാടം പറയാനല്ല കുമ്പസാരം. ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ പിന്നീട് പറയേണ്ട കാര്യങ്ങളല്ല. ഇനി അത്രക്ക സഹ്യപ്പെടുത്തുന്നെങ്കിൽ അത് പറയാവുന്നതാണ്. പിന്നെ പ്രായശ്ചിത്തങ്ങൾ നിറവേറ്റിയേ പറ്റൂ. കുമ്പസാരത്തിൽ പറഞ്ഞു തരുന്ന തിരിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടത് തിരിച്ചു കൊടുക്കണം. ഇനി കളഞ്ഞിട്ടിയ സാധനങ്ങളാണ് അത് പോക്കറ്റിട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ല, അവിടെ കിടന്ന് അത് തുരക്കും. നമ്മുടെ എന്തെങ്കിലും ഒരു സാധനം പോയാൽ നമുക്ക് വല്ല സമാധാനം ഉണ്ടാവും, നേർച്ച നേരും പ്രാർത്ഥിക്കും, ദൈവമേ 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 എന്ന് പറഞ്ഞു കിടക്കും. അതുപോലും നമ്മൾ ശ്രദ്ധിക്കണം. കട്ടെടുത്തതും കളഞ്ഞു കിട്ടിയതും ഒന്നും നമ്മുടേത് അല്ല. അപ്പോൾ കുമ്പസാരത്തിന് മുമ്പ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നതല്ല, പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, എൻ്റെ പാപങ്ങൾ എനിക്ക് ഓർമ്മിപ്പിച്ച് തരണമേ എന്ന് കുറേ നേരം നമ്മൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, എന്നിൽ വന്ന് തരണമേ, എൻ്റെ പാപങ്ങൾ ഓർമ്മിപ്പിച്ച് തരണമേ. മാനസിക രോഗം പോലും ഞാൻ പല വീഡിയോയിൽ ഇതുപോലെ പറഞ്ഞിട്ടുള്ളതാണ്, ഇത് വെറുതെ പറയുന്നതല്ല. എൻ്റെ അടുക്കൽ സ്പിരിച്വൽ കൗൺസിലിങ്ങിനും പ്രാർത്ഥനാ സഹായത്തിനായിട്ടൊക്കെ വന്നതും പോയി പ്രാർത്ഥിച്ചതുമായ ഒത്തിരി കേസുകളുണ്ട്. ചിലത് ഒത്തിരി ഫോളോ അപ്പുകൾ പലതവണ പ്രാർത്ഥിക്കൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. വന്ന് വചനം കേട്ട അവസ്ഥകൾ, വചനം വെച്ച് പ്രാർത്ഥിച്ച് മാനസിക രോഗികൾ പോലും സൗഖ്യപ്പെട്ട. ഇന്ന് അതിൻ്റെ മരുന്നൊന്നുമില്ല. ഞാൻ ആരെയും മരുന്നൊന്നും നിർത്തിച്ചിട്ടില്ല കേട്ടോ. ഡോക്ടർ പറയും, കണ്ട ഡോക്ടർ തന്നെ പറയും, ഇനി ഹാർട്ടിൻ്റെ ഈ ബ്ലോക്ക് കാണുന്നില്ല, മരുന്ന് വേണ്ട. ഉണ്ടോ? അങ്ങനത്തെ കേസുണ്ട്. ഓപ്പറേഷന് കൊണ്ടുപോയിട്ട് തിയേറ്ററിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു, ഡോക്ടറും കൂടെ കൈകൂട്ടി പിടിച്ച്. അതുപോലെ മാനസിക രോഗത്തിൻ്റെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞു, ഇനി നമുക്കൊന്ന് ഈ മരുന്ന് ഇപ്പോൾ നല്ല വ്യത്യാസമുണ്ടെന്നല്ലേ പറഞ്ഞത്, ഇനി ഒരു ഗുളികയുള്ളു. പിന്നീട് പറഞ്ഞു അത് ഞാൻ ഒന്ന് നിർത്തി നോക്കട്ടെ. അങ്ങനെ ഇത്രയും നാളായില്ലേ, അങ്ങനെയൊക്കെ സുഖപ്പെട്ട, അല്ല ഇനി ഇത് വേണ്ട എന്ന് പറഞ്ഞ, മരുന്നില്ലാതെ ജീവിക്കാനേ പറ്റത്തില്ല എന്ന് അതേ ഡോക്ടറിലൂടെ പറഞ്ഞിരുന്നതാണ്. കല്യാണം കഴിക്കുന്ന ആളോട് പറഞ്ഞേക്കണം ഇത് മറച്ചു വെക്കരുത് എന്ന്, അല്ലെങ്കിൽ പിന്നീട് പ്രശ്നമാവും എന്ന് പറഞ്ഞ കേസുകൾ പോലും അങ്ങനെയൊക്കെ പറഞ്ഞ് നടത്തിയിട്ടും ദൈവം അവരെയും രക്ഷിച്ച് ഇവരെയും രക്ഷിച്ച്, പാരമ്പര്യത്തിലോട്ടൊന്നും പോകാതെ. അപ്പോൾ നല്ല കളന് പറുദീസ കിട്ടിയത് പാവങ്ങൾ അനുദപിച്ചപ്പോഴാണെന്ന് ഓർത്തേക്കണം. അതുപോലെ പാപങ്ങൾ അനുദപിച്ചാൽ ഒന്നോനൊന്ന് യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും ഒരൊറ്റമൂലിയാണ്. കുമ്പസാരം ഒരു വലിയൊരൊറ്റമൂലിയാണ്. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുകയാണ്. കാൽവരി മലയുടെ ആ നെറുകയിൽ ആണികളാൽ തറയ്ക്കപ്പെട്ട് കുരിശിൽ തറക്കപ്പെട്ട യേശു നമ്മുടെ പാപങ്ങളാണ് ആ കുരിശിൽ തറക്കാനായിട്ട് വിട്ടുകൊടുത്തത്. യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകുന്നതായിട്ട് കണ്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ സമ്പത്തിൻ്റെ മേൽ, നമ്മുടെ ആരോഗ്യത്തിൻ്റെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേലുള്ള ആ ബന്ധനങ്ങൾ അഴിഞ്ഞും വീണ്ടും വിജയം കിട്ടും. ജോഷ 7:13 പറയുന്നുണ്ട് അല്ലേ, നിഷിദ്ധമായവ നിങ്ങളുടെ ഇടയിലുള്ളത് കൊണ്ട് ശത്രുക്കൾ നിങ്ങളുടെ മേൽ വിജയം ലഭിക്കും. യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, ശിക്ഷ നീങ്ങിക്കിട്ടും. കുമ്പസാരം അവർ അനുദപിച്ചപ്പോൾ, മാനസാന്തരപ്പെട്ടപ്പോൾ നിനവയുടെ മേൽ ദൈവം അനുവദിച്ചിരുന്ന ആ ശിക്ഷ, തകർച്ച പിൻവലിക്കപ്പെടുകയാണ്. ധൂർത്തപുത്രൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞു, മാനസാന്തരപ്പെട്ടു. ലൂക്കാ 15:21 നമ്മൾ കാണുന്നു, അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടി. ബൈബിളിൽ തലങ്ങും ബലങ്ങും ഒത്തിരി അനുഭവങ്ങൾ ഇതുപോലെ പറയുന്നുണ്ട്. പാപം ഉപേക്ഷിച്ചപ്പോൾ, മാനസാന്തരപ്പെട്ടപ്പോൾ വിജയം കിട്ടി, നഷ്ടപ്പെട്ടത് തിരിച്ച് കിട്ടി, കുടുംബം രക്ഷപ്പെട്ടു. സക്കേവൂസിൻ്റെ കുടുംബം രക്ഷപ്പെട്ടു. നിയമാവർത്തനം 28:1-14 വരെ സമയമുള്ളപ്പോൾ വായിച്ചോ. ദിവസവും വായിക്കുന്നത് നല്ലതാണ്.
കാണാപ്പാഠം പഠിച്ചെടുത്ത അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ, ആ വചനം നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ വിശുദ്ധി ഉണ്ടാകണം. വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ അനുദപിച്ച് പാപങ്ങൾ ഏറ്റു പറയണം. ഇനി ചിലർ പറയും കുമ്പസാരിച്ചിട്ട് എന്തിനാ വീണ്ടും, ഞാൻ ചോദിക്കും കുളിക്കണേ എന്തിനാ, വീണ്ടും അഴുക്കാവും എന്ന് പറയില്ലേ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും അടുത്ത ദിവസം കുളിക്കും. ഈസലോ ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുപോലെ തന്നെ കുമ്പസാരം, കുമ്പസാരിക്കേണ്ടി വന്നാൽ വീണ്ടും കുമ്പസാരിക്കണം. മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ദൈവമേ ആരാധന, ദൈവമേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതാ മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ ദൈവം തരുന്ന മുന്നറിയിപ്പുകളാണ് ഇനി വചന ശുശ്രൂഷ. ഇങ്ങനൊരു വീഡിയോ ഈ വിഷയത്തെക്കുറിച്ച്, പാപവും മാനസാന്തരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, പാപത്തിൻ്റെ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറേയും കൂടെ ഒരു ഡിസ്ക്രൈബ് ചെയ്യാൻ കുറേ പരിശുദ്ധാമ്മയുടെ തിരുസന്നിധിയിൽ, അമ്മയുടെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥ സഹായം, സ്വർഗത്തിൻ്റെ വലിയ സഹായം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സുഗന്ധവാഹിനിയായ അമ്മ എൻ്റെ അടുത്ത് വരുന്നത് പോലെ, എനിക്ക് കിട്ടുന്ന പോലെ നിങ്ങൾക്കും അഭിഷേകം ഉണ്ടാകട്ടെ. വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കാം. എന്തിനായി തലക്ക് ഭ്രാന്തം പിടിച്ച് ഉള്ള കണ്ട മരുന്നും മുഴുവൻ കഴിച്ചു രോഗം ഉണ്ടാകത്തില്ല, മരുന്ന് വേണ്ട എന്നല്ല. നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറിൽ കൂടെ തന്നെ പറയും. ഇപ്പം നല്ല വ്യത്യാസം. ഇവിടെ അങ്ങനെ ധാരാളം കേസുകൾ വന്നു പോയവർ പിന്നെ വരാറുണ്ട്. ഡോക്ടർ പറഞ്ഞു മുടങ്ങാതെ ആ പ്രാർത്ഥനയ്ക്ക് പോയിക്കോ, മുടങ്ങാതെ ഇതുപോലെ പ്രാർത്ഥിച്ചോ, വചനം കേട്ടോ, അത്ഭുതം നടക്കും. നീ ഒരു അത്ഭുതമായി മാറും. കർത്താവേ, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കുമ്പസാരം എന്ന ഈ കൂദാശയെക്കുറിച്ച്, പാപം, മാനസാന്തരം എന്നീ വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങൾ കേട്ടു. പാപം വേട്ടയാടുമെന്ന് ഞങ്ങൾ കണ്ടു. പാപം തലയിൽ തന്നെ വീഴുമെന്ന് കണ്ടു. പാപങ്ങൾ ക്ഷമിച്ചുകൂടെ എന്ന് ദൈവദാസനായ ജോബ് പോലും പ്രാർത്ഥിക്കുന്നത് കണ്ടു. പാപം ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് അസ്ഥികൾ ക്ഷയിച്ചുപോയി, ശരീരം വരണ്ടുപോയെന്നൊക്കെ വചനത്തിൽ കേട്ടു. കർത്താവേ, ഞങ്ങൾക്ക് യഥാർത്ഥ ബോധം തരണമേ. ബന്ധങ്ങൾ ബന്ധനങ്ങളായി 38-ാം സങ്കീർത്തനം 3 മുതൽ 13 വരെ സാധിക്കുന്നവരെടുത്ത് വായിക്കാം. ഇതാ ബന്ധങ്ങൾ ബന്ധനങ്ങൾ, അരക്കെട്ട് പൊള്ളുന്ന അവസ്ഥ, കണ്ണ് മങ്ങുന്ന അവസ്ഥ, ആരും വിളിക്കുന്നില്ല, വരുന്നില്ല, ഒരൊഴുക്കില്ലെന്ന് പറയുന്ന അവസ്ഥ, ആരും സഹായിക്കുന്നില്ലെന്ന് പരാതി, അവരെല്ലാം ദൈവത്തിൽ ആശ്രയിക്കും. മടങ്ങുക, പിറുവിറുപ്പ്, കുറ്റപ്പെടുത്തൽ, അസംതൃപ്തിയൊക്കെ മാറിപ്പോകും. യേശുവിൻ്റെ തിരക്തത്താൽ ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളും കുടുംബങ്ങളും വിശുദ്ധീകരിക്കട്ടെ. കർത്താവേ, ഈ വിശുദ്ധ വാരത്തിൽ ഈ നാളുകളിൽ തന്നെ തുറന്ന് കുമ്പസാരിച്ചിട്ട് നല്ലൊരു കുമ്പസാരം നടത്താൻ, അനുദപിക്കാൻ, പരിഹാരം ചെയ്യാൻ, പോയി ക്ഷമിക്കാൻ, മിണ്ടാൻ. കുമ്പസാരിച്ചാൽ മാത്രം പോരാ, നല്ല തീരുമാനങ്ങൾ എടുക്കട്ടെ. കഴിഞ്ഞ ദിവസം ഒരാൾ ഓടി വന്ന് എന്നോട് പറഞ്ഞു, ബ്രദർ പള്ളിയിൽ വെച്ചാണ്, ബ്രദറെ അപ്പൻ്റെ പെങ്ങന്മാരുടെയൊക്കെ അവർ കേസ് പറഞ്ഞിരുന്നു, ആ വസ്തുവൊക്കെ കേസ് അവസാനിപ്പിക്കാൻ പറഞ്ഞു. തിരിച്ചു അവർക്ക് ഇത്ര വീതം കൊടുത്തു. വർഷങ്ങളായിട്ടുള്ള കേസാണ്. അതുപോലെ എൻ്റെ പെങ്ങന്മാർക്ക് ഞാൻ കൊടുക്കുന്നു, അത് അവരെ അറിയിച്ചിട്ടില്ല എന്ന്. എന്ത് നല്ല കേട്ട എനിക്കും കൂടെ കരഞ്ഞു പോകാനായിട്ട് തോന്നിയ അവസ്ഥ ഇതല്ലേ. എന്തിനായി വഴക്കും? നമ്മളൊന്നും കൊണ്ടുവന്നില്ല. എന്തിനാ വാശിയും ബലമിടുന്നത്? ചിലരുടെ ഭാര്യ, ചിലരുടെ ഭർത്താവ്, അവളൊന്ന് കുമ്പസാരിക്കാൻ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞവരുണ്ട്. ഈ മക്കൾ കുമ്പസാരിക്കാൻ പ്രാർത്ഥിക്കണേന്ന്. ഈ ആഗ്രഹമെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ സാധിച്ചു കൊടുക്കുക. അവസാനം നിങ്ങൾ പറയാം, അവർ പറഞ്ഞുകൊണ്ടല്ല, ഇപ്പം ഞാൻ അറിഞ്ഞുകൊണ്ടാണ്. കുമ്പസാരത്തിൻ്റെ വില എനിക്കറിയാം. അതുകൊണ്ട് തുറന്ന് കുമ്പസാരിച്ച് പരിഹാരം ചെയ്ത് ആത്മാക്കൾ കയറിപ്പോവും. മരിച്ചവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ പരിഗണനയാണ്. തലമുറ ശാപങ്ങൾ മാറിപ്പോവും. അല്ലെങ്കിൽ ഈ കെട്ടിങ്ങനെ കടന്ന് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലെന്ന് നമ്മൾ വിചാരിക്കും. നേരത്തെ ഒരു വചനത്തിൽ, തീമോത്തിയോസിൻ്റെ വചനത്തിൽ കേട്ടില്ലേ, എപ്പോഴാ പിടികൂടുന്നതെന്നും അന്നറിയില്ല. 1 തീമോത്തി 5:24. കല്ലിന് ഭാരമുണ്ട്, പാപത്തിന് ഭാരമുണ്ട്. അതുകൊണ്ട് ദൈവം ശിക്ഷിക്കുന്നവനല്ല, പക്ഷേ പിശാചി കയറി തകിടം മറിക്കും, നരക കൂടാക്കി മാറ്റും. അതുകൊണ്ട് ദൈവമേ, ഉചിതമായ ബോധം തരണേ, പരിശുദ്ധാത്മാവിനെ തരണേ. ഈ വചനം കേൾക്കുന്ന വ്യക്തികൾ കർത്താവെ വിശുദ്ധീകരിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, കുറ്റബോധങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവെ, തിരക്തം കൊണ്ട് കഴിഞ്ഞ പരിശുദ്ധമ്മ മാതാവ്, ഞങ്ങൾക്ക് സകല വിശുദ്ധന്മാരെ, ഞങ്ങളുടെ പേരിൻ്റെ വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണേ. കാവൽ മാലകന്മാരെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നല്ല കമൻസുകൾ അയക്കണേ. നല്ല കുമ്പസാരം നടത്താൻ പറ്റി അല്ലെങ്കിൽ അതിന് സാധിച്ചു എന്നോ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും ബോധ്യങ്ങളും ഒന്ന് കമൻസ് അയക്കണം, ലൈക്ക് ചെയ്യണം. അതുപോലെ ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. സബ്സ്ക്രൈബ് ചെയ്യുക. ഉണ്ണാൻ കൊടുത്തില്ലെങ്കിൽ കൂട്ടുവര കാണിച്ചു കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റിയ ഒരു വലിയ പ്രേക്ഷിത ശുശ്രൂഷയാണിത്. വചനങ്ങൾ ഇട്ടുകൊടുക്കുക. അങ്ങനെ നമുക്ക് പരസ്പരം സുവിശേഷ വേലകളിൽ പങ്കുകാരാകാം. വലിയൊരു പരിഹാര ശുശ്രൂഷ കൂടിയാണത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. പ്രൈസ് ദി ലോർഡ്.